നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ് ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഇന്ന് 2164 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ 58,179 പുതിയ രോഗികളിൽ 1572 പേരും സ്വദേശികളാണ്. 592 പേരാണ് പ്രവാസികൾ. 6173 സാമ്പിളുകളാണ് പരിശോധന നടത്തിയിരുന്നത്. 1159 പേർക്ക് കൂടി രോഗം ഭേദമായി. ഇതോടെ രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 37,257 20,922 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. കോവിഡ് മൂലം 2 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 259 ഉയർന്നു. 67 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് 519 പേരാണ്. ഇതിൽ 146 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള വിമാനങ്ങൾ എത്തിത്തുടങ്ങി. വന്ദേ ഭാരത് മിഷൻ വഴിയുള്ള വിമാനങ്ങൾക്ക് പുറമെ ചാർട്ടേഡ് വിമാനങ്ങളും UAE-യിൽ എത്തി. വിദ്യാർത്ഥികളും അമ്മമാരും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരുമാണ് വിമാനത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത്. രാവിലെ 10:30 ഡൽഹിയിൽ നിന്ന് ഷാർജയിലേക്കാണ് ആദ്യ ഇന്ത്യൻ വിമാനം എത്തിയത്. മാർച്ച് 19 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ യാത്രക്കാരുമായി സാധാരണ വിമാനം ഇന്നലെ എത്തിച്ചേർന്നത്. നേരത്തെ ചെറുവിമാനങ്ങളിലായി വളരെ കുറച്ച് യാത്രക്കാർ എത്തിയിരുന്നുവെങ്കിലും അതിനുശേഷം ഇന്ത്യ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ UAE-യുമായി ഉണ്ടാക്കിയ 15 ദിവസത്തെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 26 വരെ സർവീസ് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ സ്വദേശിവത്കരണം ലക്ഷ്യമിട്ടുള്ള കരാറുകൾ 86% പൂർത്തിയാക്കിയതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. 2021 വരെ 3,60,000 തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്നതാണ് കരാറുകൾ. 5 മേഖലകളിൽ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുകയുണ്ടായി. അടുത്ത വർഷം വരെ 1,24,000 ജോലികൾ സ്വദേശിവൽക്കരണത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്. സ്വയം തൊഴിൽ, വിദൂര ജോലി, ഫ്ലെക്സിബിൾ ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് 3 നിയമനിർമ്മാണം നടത്തിയിരുന്നു. ഇതിലൂടെ 2022 വരെ 2,68,000 ജോലികൾ സ്വദേശിവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്തിടെയാണ് നിർണിത സ്വകാര്യ മേഖലകളിൽ സ്വദേശിവൽക്കരണ കരാറുകളിലൂടെ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ആരംഭിച്ചത്. UAE-യിൽ സന്ദർശക വിസയിലും ടൂറിസ്റ്റ് വിസയിലും ഉള്ളവർക്ക് ഓഗസ്റ്റ് 12-നകം പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി. ICA വക്താവ് ബ്രിഗേഡിയർ ഖമീസ് അൽക അബിയാണ് വ്യക്തമാക്കിയത്. ജൂലൈ 12 മുതൽ 1 മാസമാണ് സന്ദർശക വിസക്കാർക്ക് പിഴയില്ലാതെ മടങ്ങാനുള്ള സമയം. അതിനുശേഷം ഇവർ പിഴ നൽകേണ്ടി വരും. നാട്ടിലുള്ള താമസക്കാർ UAE-യിൽ തിരിച്ചെത്തിയാൽ രേഖകൾ ശരിയാക്കാൻ 1 മാസം സമയം നൽകുന്നതായിരിക്കും. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സൗദി കിഴക്കൻ പ്രവിശ്യ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഫീൽഡ് പരിശോധന ശക്തമാക്കി. ആരോഗ്യ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമുകളാണ് പ്രവിശ്യയിലെ സ്ഥാപനങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി വരുന്നത്. നഗരസഭയ്ക്ക് കീഴിൽ അണുനശീകരണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ്. റോഡുകൾ, താമസ മേഖലകൾ, വാദികൾ, കടൽ തീരങ്ങൾ, വിനോദസഞ്ചാര മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ആളുകൾ ഒത്തുചേരരുത്. കോവിഡ് വ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശിക്ഷാ നടപടികൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ROP ഓർമ്മിപ്പിച്ചു. സുപ്രീം കമ്മിറ്റി തീരുമാനപ്രകാരമുള്ള പിഴ ശിക്ഷ നടപടികളാണ് ഇവർക്ക് ലഭിക്കുക. കുവൈറ്റിൽ ജൂലൈ 17 മുതൽ ജുമുഅ നമസ്കാരം പുനരാരംഭിക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ജനവാസം ഏറിയ ഭാഗങ്ങളിലും വൈറസ് വ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങളിലും ജുമുഅ ഉണ്ടാവില്ല. കർശന നിയന്ത്രണങ്ങളാണ് ജുമുഅ പുനരാരംഭിക്കുന്നതിന് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് മാത്രമായിരിക്കും ഖുതുബ. ചെറിയ ഖുർആൻ സൂക്തങ്ങൾ ഓതി പെട്ടെന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ ഇമാമുമാർക്ക് നിർദ്ദേശം നൽകി. ജുമുഅയ്ക്ക് അരമണിക്കൂർ മുമ്പ് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. ഇന്ത്യക്കാരടക്കമുള്ള ഒട്ടേറെ പ്രവാസികൾ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് വൻ ഇളവുകളുമായി ദുബായിൽ 150 കോടിയുടെ ഉത്തേജക പദ്ധതി. ഇതോടെ കോവിഡിനെ തുടർന്നുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ വാണിജ്യ വ്യവസായ മേഖലയെ പ്രാപ്തമാക്കാൻ 630 കോടിയുടെ പദ്ധതികൾ ദുബായ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ 2 ഉത്തേജക പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പ്രഖ്യാപനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ചില ഇളവുകൾ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള വന്ദേ ഭാരത് വിമാനങ്ങളിൽ ഖത്തറിൽ നിന്ന് ഇതുവരെ മടങ്ങിയത് 11,000-ലധികം പേർ. വന്ദേ ഭാരത് ദൗത്യം ആരംഭിച്ചതിന് ശേഷം 64 വിമാനങ്ങളാണ് ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് നടത്തിയത്. ഖത്തർ
ഖത്തറിലെ ഇന്ത്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. മടങ്ങിയെത്തിയവരിൽ 11,434 മുതിർന്നവരും 277 കുഞ്ഞുങ്ങളുമാണ് ഉൾപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട വിമാനത്തിൽ 155 മുതിർന്നവരും 9 കുഞ്ഞുങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം എയർലൈൻ പങ്കുവച്ചത്. വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിൽ എത്തണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് യാത്രക്കാർക്ക് എയർലൈൻ ജീവനക്കാർ സുരക്ഷാ കിറ്റ് നൽകും. മാസ്ക്, ഫേസ് ഷീൽഡ്, സാനിറ്റൈസർ എന്നിവയാണ് കിറ്റിൽ ഉണ്ടാകുക. യാത്രക്കാർക്ക് PPE കിറ്റുകൾ ധരിക്കാവുന്നതാണ്. എന്നാൽ അത് നിർബന്ധമില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. അത്യാവശ്യ സാധനങ്ങൾ മാത്രം ഹാൻഡ് ബാഗിൽ കരുതിയാൽ മതിയെന്നും എയർലൈൻ നിർദ്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.